An objective and empathetical approach to psychiatric disorders. എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സിലേക്ക് ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് എമ്പതറ്റിക് അപ്രോച്ച് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ മുൻകാലങ്ങളിലൊക്കെ സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ പലപ്പോഴും ഒരു ഭൂതത്തിന്റെ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ മറ്റ് തിന്മകൾ ചെയ്തതിന്റെ ചില പ്രതികരണമായിട്ടോ ഒക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നതായിട്ടൊക്കെ അല്ലെങ്കിൽ മുൻജന്മത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതൊക്കെ ആയിട്ടുള്ള ചില ചിന്തകൾ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഒരു ഓർഗാനിക് റീസൺ മുഖേനയോ ഒരു ബ്രെയിനിന്റെ ഡിസ്ഫങ്ഷൻ മുഖേനയോ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാകുന്നതിന് മുഖേനയോ ഒക്കെ ആയിട്ടാണ് ആളുകൾക്ക് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുക അങ്ങനെ പല രീതിയിൽ ആളുകളെ റിക്കവർ ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേറ്റീവ് അപ്രോച്ചാണ് ഇപ്പോൾ സൈക്യാട്രിക് ഡിസോർഡേഴ്സിന് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഒരു മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ ആധാരമാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഫാമിലി മെമ്പേഴ്സും അതോടൊപ്പം തന്നെ സൈക്യാട്രിസ്റ്റും അവർക്ക് ചുറ്റുമുള്ള ആളുകളും ഒക്കെ കൂടി ഈ ഒരു സൈക്യാട്രിക് ഡിസോർഡർ സഫർ ചെയ്യുന്ന വ്യക്തിയെ ഫേസ് ചെയ്ത് അങ്ങനെ ആ വ്യക്തിയുടെ രോഗം മാറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ആ ഗംഗ എന്ന് പറയുന്ന ശോഭന ചെയ്യുന്ന ഗംഗ എന്ന് പറയുന്ന ആ വ്യക്തി സഫർ ചെയ്യുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡാൻസിങ് ബിറ്റ്വീൻ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്. ഇത് ഒരു ഇൻക്രീസ്ഡ് സ്ട്രെസ് മുഖേന വ്യക്തികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ഡിസോർഡർ ആണ്. ഈ ഡിസോർഡർ വരുന്ന വ്യക്തിക്ക് പലപ്പോഴും പെട്ടെന്ന് തന്നെ അനായാസം തന്നെ മറ്റൊരു വ്യക്തിത്വമായിട്ട് മാറുവാനും അദ്ദേഹത്തിന്റെ സ്ട്രെസ് ആൻസൈറ്റി ഒരു വളരെ ഫാക്ടറാണ്. അത് കാരണം കൊണ്ട് ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ അതിൽ നിന്നുണ്ടാകുന്ന ട്രോമയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ് ആൻസൈറ്റി മുഖേന അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അനായാസം മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയും ആ മറ്റു വ്യക്തി പല കാര്യങ്ങൾ ചെയ്യുകയും ആ സ്വന്തം പേഴ്സണാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതൊന്നും തന്നെ ഓർമ്മയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഗംഗയിൽ കണ്ടുവരുന്നത്. അപ്പോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സൈക്യാട്രിസ്റ്റ് ആയിട്ട് വരുന്ന ആളും അതോടൊപ്പം തന്നെ ഗംഗയുടെ പ്രിയതമനായ നകുലനും ഗംഗയെ വളരെ കെയറോട് കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ ഗംഗയ്ക്ക് ചുറ്റുമുള്ള ആളുകളും ഒക്കെ കൂടി വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച്. അതിൽ സൈക്യാട്രിസ്റ്റിന്റെ റോള് സണ്ണി എന്ന മോഹൻലാൽ ചെയ്യുന്ന സൈക്യാട്രിസ്റ്റിന്റെ റോളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരു എമ്പതറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസേണോട് കൂടിയാണ് ഗംഗയെ കാണുന്നത്. വളരെ നാടകീയമായ മുഹൂർത്തത്തിലൂടെ ഗംഗയെ ഒരു നാഗവല്ലിയിൽ നിന്ന് സ്വന്തം വ്യക്തിത്വത്തിലേക്ക് അവസാനം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ചുറ്റുപാടുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചുറ്റുപാടുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, ആൻസൈറ്റി. അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രതിപ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ വർക്ക് അറ്റ്മോസ്ഫിയർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒക്കെ നമുക്ക് പല രീതിയിൽ സ്ട്രെസ്സുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ നമുക്കൊരു സ്ട്രെസ് പ്രോൺ പേഴ്സണാലിറ്റി ആണെങ്കിൽ എപ്പോഴും ഒരു സ്ട്രെസ്സർ എന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റ് ആയിരിക്കാം. സ്ട്രെസ് കോസ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റിനെയാണ് സ്ട്രെസ്സർ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ്സർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീക്ക് ആവുകയും ഇപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മുടെ ബോഡിയുടെ വീക്ക് ആണെങ്കിൽ പെട്ടെന്ന് അസുഖം പിടിക്കുന്ന പോലെ തന്നെ ഒരു സ്ട്രെസ്സർ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് സ്ട്രെസ് വരാനും അത് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാനും ഒക്കെ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. ഇപ്പൊ ഗംഗയുടെ ഒരു വ്യക്തിത്വം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗംഗ പെട്ടെന്ന് തന്നെ ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോയത് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ചില എക്സ്പീരിയൻസുകളും അങ്ങനെ പിന്നെ അതിൽ നിന്ന് വളരെയധികം ചൈൽഡ്ഹുഡിൽ കുറെ സ്റ്റോറികൾ കേട്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ആൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെ അവിടെ ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഒരു മെമ്മറി ചൈൽഡ്ഹുഡ് മെമ്മറി റിപ്രസ്ഡ് ആയിട്ട് കിടക്കുകയും അത് പിന്നീട് ഒരു സിറ്റുവേഷൻ അവർ ആ ഒരു തറവാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മാടമ്പള്ളി ആ മനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അത് വീണ്ടും പ്രതിപ്രവർത്തനം ചെയ്ത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അവരിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുകയാണ് കണ്ടത്. അപ്പൊ പല തരത്തിലുള്ള സൈക്യാട്രിക് അല്ലെങ്കിൽ ഇതൊരു സിവിയർ സൈക്യാട്രിക് പ്രോബ്ലം ആണ്. പക്ഷെ പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈനർ സൈക്കോളജിക്കൽ പ്രോബ്ലം ലൈക്ക് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്തു എന്നൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുമുട്ടിയെന്നിരിക്കാം. ചിലപ്പോൾ ഈവൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുപിടിക്കാം. ഇവരൊക്കെ ചിലപ്പോൾ
നമ്മുടെ ബന്ധുക്കളായിരിക്കാം, ചിലപ്പോ അവര് നമ്മുടെ ജോലി സ്ഥലങ്ങളിലുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നെയ്ബർഹുഡുകളിലുള്ള ആളുകളായിരിക്കാം. അപ്പൊ അവരോട് നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്താണ് എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് അവരെ ഭയപ്പെടുത്താം, അല്ലെങ്കിൽ അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ എംപതറ്റിക് ആയിട്ട് അവരോട് കൺസേൺ കാണിക്കാം. എംപതറ്റിക് ആയിട്ട് നമ്മൾ അവരോട് കൺസേൺ കാണിക്കുമ്പോൾ slowly it demands a kind of approach which needs a personal care and attention. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ വ്യക്തിയോട് ഒരു പേഴ്സണൽ കെയറും അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ തന്നെയായിരിക്കാം. അപ്പൊ അവർക്ക് വേണ്ടത് നമ്മൾ അവരെ ഭയപ്പെടുത്തുകയോ അവരോട് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അവരെ മൊത്തമായിട്ട് അവോയ്ഡ് ചെയ്യുകയോ ചെയ്യാതെ അവരിലേക്ക് നമ്മളൊരു പേഴ്സണൽ കെയർ കൊടുക്കുമ്പോൾ ആ ഒരു എംപതറ്റിക്കൽ കെയർ അവരെ കൂടുതൽ സെൽഫ് റിയലൈസേഷനിലേക്ക് നയിക്കുകയും അത് കൂടുതൽ ആ ഒരു വ്യക്തിയെ ഈ ഒരു പേഴ്സണാലിറ്റി, അവരുടെ തന്നെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാനും അതിൽ കൂടുതൽ ചേഞ്ച് വരുത്താനൊക്കെ ആയിട്ട് അവരെ സഹായിക്കും. അപ്പോ സ്ട്രെസ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, ആൻസൈറ്റി ഉള്ള മൈനർ പ്രോബ്ലംസിനെ നമുക്ക് തിരിച്ചറിയുകയും ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് എംപതറ്റിക്കൽ ആയിട്ട് അതിനെ കാണുകയും ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു റിയലൈസേഷൻ ലഭിക്കുകയും അതിൽ നിന്ന് മാറ്റം ലഭിക്കുകയും ചെയ്യും. So let us try to have an empathetic and objective approach to the psychological disorders, so that we will have a more self-realization and self-understanding in our daily life. Thank you, dear friends.